ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി സാമ്പ്രാണിക്കൊടിക്ക് പോവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോയി കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പം ഒരു ബ്രേക്കിന് വേണ്ടി ഞങ്ങളൊരു ചായക്കട കയറി ചായ കുടിച്ചു. ഞാൻ ചായ അല്ല കുടിച്ചത്, ഞാൻ നാരങ്ങ വെള്ളം കുടിച്ചത്. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സാമ്പ്രാണിക്കൊടിയിലെത്തി. കണ്ണൻ അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ടിക്കറ്റ് എടുത്ത് നടുക്ക്, അതായത് കായലിൻ്റെ നടുക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങളങ്ങനെ ബൊട്ടി കയറിയിരിക്കുന്നത് ബോട്ട് എടുത്ത് ഇങ്ങനെ പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇച്ചിരി പേടിയൊക്കെ തോന്നി, പക്ഷെ നല്ല രസമായിരുന്നു. അത് ചെന്നപ്പോഴത്തേനും ഇഷ്ടം പോലെ ആൾക്കാരാ, അവിടെ ഇവിടെ എല്ലായിടത്തും ആൾക്കാർ. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നടക്കുമായിരുന്നു. നല്ല അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളിയാണ്. മസ്റ്റായിട്ട് എല്ലാവരും പോയി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാനങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്ത് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ പോയി ഒരു മണിക്കൂർ ഞങ്ങൾ ഫുള്ള് അവിടെ എൻജോയ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നല്ല രസമായിരുന്നു. കൂടുതൽ ആൾക്കാർ കയറാത്തൊരു ചെറിയ സ്പോട്ടുണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ അവിടെ ഇരിക്കുന്ന കേട്ടോ. ആ സൈഡിൽ, അതായത് ഇനി ഇപ്പുറത്തെ സൈഡിൽ ഒരു സ്പോട്ട്, അവിടെ കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ട് അവിടെ ഐ ലവ് സാമ്പ്രാണിക്കുടി. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. ഞങ്ങൾ ഒന്ന് ഫോട്ടോ എടുക്കാൻ പോലും അവിടെ നിൽക്കാൻ സമയമില്ലായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് കയറി ബോട്ട് ചെട്ടിയിൽ വന്ന് നിൽക്കുക. ഇനി ബോട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാം. കുളിരുള്ളിനുള്ളിൽ നിറയവേ ഒന്നാവാൻ തോന്നുകയോ, തേൻ തുള്ളി തൂവും നിമിഷമേ മതി മറന്നിനി. ഇവിടെ നിന്ന് നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ വന്നിട്ട് ബോട്ട് ജെട്ടിയിൽ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ ഈ നടുക്കത്തെ സ്ഥലത്ത് വരുന്നതിന് ഒരു 150 രൂപ മാത്രമേ അവർ ഈടാക്കുന്നുള്ളൂ കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആർക്ക് വേണമെങ്കിലും പോയിട്ട് വരാം. അതിനുശേഷം അവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് ബിരിയാണി ഓർഡർ ചെയ്ത് ബിരിയാണി കഴിച്ചു. അടിപൊളിയായിരുന്നു. ഇത്രയേ ഉള്ളൂ. ബൈ.